നമസ്കാരം, കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. ആദ്യം നോക്കാം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കോവിഡിന് കുറവില്ല, രോഗവ്യാപനവും സമ്പർക്ക വ്യാപനവും കൂടുന്നു. മലബാറിൽ ആശങ്ക കനക്കുന്നു. SDPI പ്രവർത്തകൻ സയ്യിദ് സലാഹുദ്ദീൻ വധം, 4 RSS BJP പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തുലാവർഷം ഈ ആഴ്ച കേരളത്തിലെത്തും. നവരാത്രി ആഘോഷങ്ങൾ സമാപനത്തിലേക്ക്. നാളെ വിജയദശമി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ കുറയുന്നില്ല. രാജ്യത്തെ രോഗവ്യാപന തോത് കുറയുമ്പോഴും സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം കുറയാത്തത് വലിയ ആശങ്കയായി മാറുകയാണ്. 6843 പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് പോസിറ്റീവായത്. ഇതിൽ 5694 പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയാണ്. 26 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണത്തിലും കാര്യമായ കുറവില്ല. 908 പേർക്കാണ് ഇന്ന് ഉറവിടമറിയാത്ത കേസുകൾ. കണ്ണൂരിൽ 274 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. കണ്ണൂർ വൺ കണ്ണൂർ. കണ്ണൂർ കണ്ണവത്ത് SDPI പ്രവർത്തകൻ സയ്യിദ് സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ കൂടി അറസ്റ്റിൽ. RSS BJP പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. കണ്ണവം സ്വദേശി അശ്വിൻ, കോളയാട് സ്വദേശി രാഹുൽ, ചെണ്ടയാട് സ്വദേശി മിഥുൻ, മൊകേരി സ്വദേശി യാദവ് എന്നിവരാണ് പിടിയിലായത്. ഇവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. കേസിൽ 5 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നാണ് SDPI പ്രവർത്തകൻ സലാഹുദ്ദീൻ വെട്ടേറ്റ് മരിച്ചത്. ABVP പ്രവർത്തകൻ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 7ാം പ്രതിയായിരുന്നു മരിച്ച സലാഹുദ്ദീൻ. കണ്ണവം ചിറ്റാരിപ്പറമ്പ് ചൂണ്ടയിൽ വെച്ചാണ് സലാഹുദ്ദീൻ വെട്ടേറ്റ് മരിച്ചത്. കണ്ണൂർ വൺ കൂത്തുപറമ്പ്. കണ്ണൂരിൽ KM ഷാജി MLA-ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുപക്ഷം. ഒക്ടോബർ 30 വൈകുന്നേരം 4 മണിക്ക് LDF-ന്റെ നേതൃത്വത്തിൽ 150 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ +2 അനുവദിക്കാൻ UDF സർക്കാരിന്റെ കാലത്ത് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് ചാർജ് ചെയ്ത കേസിൽ KM ഷാജിക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കാൻ KM ഷാജി തയ്യാറാവണമെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ ആവശ്യം. ഇക്കാര്യം ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമാക്കുന്നതെന്ന് CPM നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അഴീക്കോട് MLA-യുടെ അഴിമതിക്കും നികുതി വെട്ടിപ്പിനും ചട്ടലംഘനത്തിനും അവിഹിത സ്വത്ത് സമ്പാദനത്തിനുമെതിരെ LDF-ന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 30-ന് ജില്ലയിലെ 150 കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ അഴിമതി ആരോപണത്തിലും പ്രതിച്ഛായ തകർന്ന ഇടതുമുന്നണി UDF-നെതിരായ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ആയുധമായാണ് ഷാജിക്കെതിരായ സമരത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് CPM തീരുമാനം. അതേസമയം ഷാജിക്കെതിരായ വധഭീഷണി ഉയർത്തിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കാനാണ് UDF തീരുമാനം. കണ്ണൂർ വൺ കണ്ണൂർ. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ കൂടി ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 28-ന് തുലാവർഷം ആരംഭിക്കാനുള്ള സാധ്യതകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തുലാവർഷ മഴ സാധാരണ രീതിയിൽ ലഭിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒക്ടോബർ 28-ഓടെ കാലവർഷം കേരളത്തിൽ നിന്നും പിൻവാങ്ങും. തുലാവർഷം തൊട്ടു പിന്നാലെ കേരളത്തിലെത്തുമെന്നാണ് പ്രവചനം. കണ്ണൂർ വൺ കണ്ണൂർ. കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ചയുണ്ടെന്ന പ്രചാരണം ആവർത്തിക്കുന്നതിന് പിറകിൽ പോരായ്മ ചൂണ്ടിക്കാണിക്കലല്ല ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. മഹാമാരിയെക്കുറിച്ച് അറിയുന്നവർ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തില്ല. ഒരു ഡോക്ടർ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ താൻ മറുപടി പറയുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് മഹാമാരിയെക്കുറിച്ച് അല്പമെങ്കിലും അറിയുന്നവർ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തില്ല. എന്നിട്ടും ആരോഗ്യവകുപ്പിൽ വീഴ്ചയെന്ന് ആവർത്തിക്കുകയാണ് ചിലർ. കോവിഡ് ലോകത്ത് എല്ലായിടത്തുമുണ്ട്. അവയെല്ലാം പരിശോധിച്ചാൽ മാത്രമേ പ്രതിരോധ കാര്യത്തിൽ കേരള ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളുടെ വില മനസ്സിലാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. നഴ്സിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അവിടെ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കുക. എങ്ങനെയാണ് ഒരു പരാതി വരുന്നു വീഴ്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയണത്ര. ഇനി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കണം. വീഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ ആരാണോ അവിടെ ഉത്തരവാദി അവരെ തൽക്കാലം മാറ്റി നിർത്തിയിട്ടാണ് അന്വേഷണം നടത്തുക. കേട്ടില്ലേ? എന്നിട്ട് അത് പരിശോധിച്ച് ഇവരുടെ അടുത്ത് ഒരു വീഴ്ചയുണ്ട്, നഴ്സിംഗ് ഓഫീസർ ശ്രദ്ധിച്ചില്ല, ചാർജുള്ള ആളുകൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആകുമ്പം അവർക്കെതിരെ ഒരുപാട് നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചിലപ്പോൾ അത്തരത്തിൽ വീഴ്ച വരുന്നവരെ കണ്ടേക്കാം. പക്ഷേ
ആരോഗ്യവകുപ്പിൽ അത് കണ്ട ഉടനെ തന്നെ നടപടി എടുത്തിട്ടുണ്ട്, ഒഴിവാണ്. എന്നാൽ ആരെങ്കിലും വഴിയെ പോകുന്നവരൊക്കെ ഇങ്ങനെ ഇവരെല്ലാം വളരെ മോശക്കാരാണെന്ന് പറഞ്ഞാൽ അപ്പം നടപടി എടുക്കലല്ല അതിൻ്റെ രീതി. പിന്നെ മറ്റേ ഡോക്ടർ കാര്യം ഞാൻ പറയുന്നില്ല, അവർ തന്നെ പലപ്പോഴായി പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നിങ്ങൾ എടുത്തോളൂ എന്താ പറഞ്ഞതെന്ന്. ചില വിഭാഗങ്ങളിൽ നിന്ന് വീഴ്ച വരുത്തുന്നവരെ കണ്ടേക്കാം. എന്നാൽ വഴിയെ പോകുന്നവർ വീഴ്ചയുണ്ടെന്ന് മനഃപൂർവ്വം പ്രചാരണം നടത്തിയാൽ ഉടൻ അവർക്കെതിരെ നടപടിയെടുക്കുകയല്ല ശരിയായ രീതി. വീഴ്ചയുണ്ടെന്ന് പറയുന്നിടത്ത് അതിന്റെ ഉത്തരവാദികളെ മാറ്റി നിർത്തിയാണ് അന്വേഷണം നടത്തുക. അതിന്റെ ഭാഗമായാണ് നഴ്സിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. ആരോപണം ഉന്നയിച്ച ഡോക്ടർക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അവരുടെ പലപ്പോഴായുള്ള വാചകങ്ങളിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. വീഴ്ച എന്ന് ആവർത്തിക്കുന്നത് പോരായ്മ ചൂണ്ടിക്കാട്ടലല്ല, അത് ആർക്കാണ് ഗുണം ചെയ്യുകയെന്നും പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങളെല്ലാം പറയുന്നത് വീഴ്ച എന്നാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. ഈ മഹാമാരിയെക്കുറിച്ച് അല്പമെങ്കിലും അറിയുമെങ്കിൽ അങ്ങനെ ആരോഗ്യവകുപ്പിലെ പ്രവർത്തകരെ കുറ്റപ്പെടുത്താൻ നിങ്ങളാരും തയ്യാറാവില്ല. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായതാണെങ്കിൽ കേരള ആരോഗ്യവകുപ്പിൻ്റെ പരാജയം ഇത് നേരിടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രചരിപ്പിക്കാമായിരുന്നു. ഇത് ഇന്ത്യയിലാകെയുണ്ട്, ലോകത്താകെയുണ്ട്. അവിടെയെല്ലാമുള്ള അനുഭവം നിങ്ങളൊന്ന് നോക്കണം. ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വില അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് 11,000-നടുത്തായി മരണം. യഥാർത്ഥത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അതെല്ലാം നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലേ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 ഈ രാജ്യത്തിൻ്റെത് 560. അപ്പോൾ നേരെ പകുതിയോളമാണ്. എല്ലാ വിദഗ്ധരും പറഞ്ഞത് കോവിഡ് വരാൻ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുക കേരളത്തിലാണെന്നാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മരിച്ചതിൻ്റെ കണക്കിൽ കേരളത്തിൽ മരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 15,000-നും 20,000-നും ഇടയിൽ ആളുകൾ മരിച്ചു പോകുമായിരുന്നു. കോവിഡ് രോഗികൾക്ക് ഇത്രയധികം പിന്തുണ നൽകിയ മറ്റൊരു സംസ്ഥാനമില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കലയുടെയും വിദ്യയുടെയും നല്ല തുടക്കത്തിൽ നാളെ വിദ്യാരംഭം കുറിക്കും. നവരാത്രി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കനത്ത നിയന്ത്രണങ്ങളോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ. പതിവിൽ നിന്ന് വിപരീതമായ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. അതും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം. വീടുകളിലും ഇത്തവണ കുട്ടികളെ എഴുത്തിനിരുത്തുന്നവർ കുറവല്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കിയത്. ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിച്ചും ആഘോഷങ്ങളെ ഒഴിവാക്കിയുമായിരുന്നു നവരാത്രി ആഘോഷ ചടങ്ങുകൾ. എങ്കിലും നവരാത്രി ആഘോഷത്തിന്റെ മാഹാത്മ്യത്തിന് ഇത്തവണയും കുറവുണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. നവരാത്രി ആഘോഷം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഭക്തിസാന്ദ്രമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ക്ഷേത്രത്തിലെ രഥാരോഹണ ചടങ്ങിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വിദ്യാരംഭ ചടങ്ങുകൾക്കും കർശന നിയന്ത്രണമാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നവരാത്രി ആഘോഷക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറെ ഭക്തർ എത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കോവിഡ് വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാഗ്ദേവതയുടെ മുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനും രഥോത്സവത്തിൽ പങ്കെടുക്കാനും പതിനായിരങ്ങളാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്താറ്. കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണയും ആഘോഷത്തിൽ പങ്കുചേരാനെത്തിയത്. വൈകിട്ട് 5 മണിക്ക് തന്നെ പ്രവേശന കവാടം അടക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ്. എന്നാൽ രഥ ആരോഹണ ചടങ്ങിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാത്രി 10:30 രഥാരോഹണ ചടങ്ങ്. സ്വർണ്ണരഥത്തിൽ പൂജയ്ക്ക് ശേഷം ദേവിയെ 3 വട്ടം പ്രദക്ഷിണം നടത്തി. മുഖ്യതന്ത്രി രാമചന്ദ്ര അടിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അതേസമയം വിദ്യാരംഭ ചടങ്ങുകളിൽ കുട്ടികൾക്കൊപ്പം രക്ഷിതാവിൽ ഒരാൾക്ക് മാത്രമേ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കുക. കണ്ണൂർ 1, കണ്ണൂർ.
കാത്തിരിപ്പിന് വിരാമമിട്ട് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ വീതി കൂട്ടൽ പ്രവൃത്തികൾ തുടങ്ങി. ലോക്ക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച പണിയാണ് പുനരാരംഭിച്ചത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ കപ്പാലം മുതൽ ചെറുക്കള വരെയുള്ള 7 കിലോമീറ്റർ ഭാഗമാണ് വീതി കൂട്ടി ടാർ ചെയ്യുന്നത്. കരിമ്പം ഫാം വരെയുള്ള ഭാഗത്ത് 6 മാസം മുമ്പ് തന്നെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു. ചിറവക്ക് മുതൽ കപ്പാലം വരെയുള്ള ഭാഗത്തും പ്രവൃത്തി പൂർത്തീകരിച്ചു. അതിനിടെയാണ് കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നത്. ഇതോടെ പ്രവൃത്തി നിലച്ചു. എന്നാൽ ഇപ്പോൾ കപ്പാലത്ത് നിന്നും ടാറിംഗ് പുനരാരംഭിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി സ്ഥലം വിട്ടു നൽകിയവരുടെ കെട്ടിടം പൊളിച്ചു മാറ്റി തുടങ്ങി. കരിമ്പം ഫാമിനകത്ത് കൂടി കടന്നു പോകുന്ന റോഡിലെ വളവുകൾ നിവർത്തുന്നതിന് 1 ഏക്കർ സ്ഥലം ഇതിനകം വിട്ടു നൽകിയിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ ചില കടലാസ് ജോലികൾ ബാക്കിയാണ്. അത് 1 മാസത്തിനകം പൂർത്തീകരിക്കും. 45 കിലോമീറ്റർ നീളമുള്ള പാത 35 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. കരിമ്പം ഗവൺമെന്റ് ആശുപത്രി മുതൽ ചിറവക്ക് വരെയുള്ള ഭാഗത്ത് ഇരട്ട റോഡുകൾ മധ്യത്തിൽ ഡിവൈഡറുകളും കൂടി സ്ഥാപിക്കാനും ആലോചിക്കുന്നുണ്ട്. കണ്ണൂർ 1 തളിപ്പറമ്പ്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ തെയ്യത്തെ ഉൾപ്പെടുത്തരുതെന്ന ഹൈക്കോടതി വിധിയിൽ നിർണായകമായത് തളിപ്പറമ്പ് സ്വദേശി നൽകിയ തെളിവുകൾ. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഈ വിധി പ്രസ്താവനയിൽ ഹർജിക്കാരുടെ അഭിഭാഷകർക്ക് തെയ്യാനുഷ്ഠാനത്തെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ നൽകിയത് ഫോക്ലോറിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ഗിരീഷ് പൂക്കോത്താണ്. സ്വദേശിയായ ഗിരീഷ് പൂക്കോത്താണ്. കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും ഫോക്ലോർ പഠനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗിരീഷ് ചെറുപ്പം മുതൽ തെയ്യം, പൂരക്കളി തുടങ്ങിയ അനുഷ്ഠാനങ്ങളിൽ ആകൃഷ്ടനായ ഗ്രന്ഥരചയിതാവ് കൂടിയാണ്. പത്മശാലിയ സമുദായം, പൂരക്കളിപ്പാട്ടുകൾ, അന്വേഷണം, നാടകം, ജീവിതം എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മുഴുവൻ സമയം ഫോക്ലോർ ഗവേഷകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഗിരീഷിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം സമീപിച്ചത് കൊച്ചിയിലും കോഴിക്കോടും പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ശ്യാം പത്മൻ ആൻഡ് ശ്യാം പത്മൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഐറിനാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെയ്യാനുഷ്ഠാനത്തെ സംബന്ധിച്ച് നിരവധി വിവരങ്ങളാണ് ഗിരീഷ് പൂക്കോത്ത് അഡ്വക്കേറ്റ് ഐറിന് കൈമാറിയത്. അനുഷ്ഠാനം നടത്തുന്നവർ തന്നെ തെയ്യത്തെ പ്രദർശന വസ്തുവാക്കുന്നത് വേദനാജനകമാണെന്ന് ഗിരീഷ് പറഞ്ഞു. അത്തരം ആളുകൾക്ക് പുനർവിചിന്തനത്തിനുള്ള അവസരമാണ് ഹൈക്കോടതി വിധിയെന്നും ഗിരീഷ് പൂക്കോത്ത് വ്യക്തമാക്കി. ഈ തെയ്യത്തെ പുറമേയുള്ള രീതി കൊണ്ടുപോയി അവതരിപ്പിച്ചതിന്റെ എന്താണ് പറയാ, അതിന്റെ വിഷമതകൾ അന്ന് പുറത്തേക്ക് പോയിട്ടുള്ള അനുഷ്ഠാന കർത്താക്കൾ തന്നെ അത് അന്ന് പോയത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് പിൽക്കാലത്ത് അവർ മാറിയിട്ടുണ്ട്. ഇപ്പം ഈടെയല്ല, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫോക്ലോർ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെയ്യം കനലാടിമാരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ടുള്ള അവസരങ്ങളിൽ അവർ തന്നെ അതൊരു വളരെ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തെറ്റായിരുന്നു, അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു പശ്ചാത്താപ വിവശരായിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് അവരുടെ സംഭാഷണങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ എടുത്തു വെക്കാനോ ഉള്ള സംവിധാനമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതൊക്കെ എടുത്തു വെച്ചതായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിലുള്ള കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എനിക്കത് മാറുമായിരുന്നു. പക്ഷെ അന്നത് സാധിച്ചിരുന്നില്ല. മദ്രാസിലെ പെൺകുട്ടിയുടെ കുടുംബത്തിനും ദളിതർക്കും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി നടക്കുന്ന മഹിളാ ദളിത് രക്ഷാ ദിവസത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം. പയ്യന്നൂരിൽ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപ പരിസരത്താണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദളിത് പെൺകുട്ടികൾക്കും വനിതകൾക്കും രക്ഷയില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ഒരു പാവപ്പെട്ട കുട്ടിയെ പീഡിപ്പിച്ചാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വനിതകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന വനിതാ കമ്മീഷൻ ചെയർമാൻ പറയുന്നത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MV വത്സല അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി P ലളിത ടീച്ചർ, അത്തായി പത്മിനി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി A രൂപേഷ്, PE സനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കണ്ണൂർ 1 പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡിന് കുറവില്ല. രോഗവ്യാപനവും സമ്പർക്ക വ്യാപനവും കൂടുന്നു. മലബാറിൽ ആശങ്ക കനക്കുന്നു. SDPI പ്രവർത്തകൻ സയ്യിദ് സലാഹുദ്ദീൻ വധം. 4 RSS BJP പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തുലാവർഷം ഈ ആഴ്ച കേരളത്തിലെത്തും. നവരാത്രി ആഘോഷങ്ങൾ സമാപനത്തിലേക്ക്. നാളെ വിജയദശമി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannur1.com സന്ദർശിക്കുക. കണ്ണൂർ 1 ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ജിയോ ടിവിയിലും ഇപ്പോൾ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ 1 കണ്ണടയ്ക്കുന്നില്ല. ഇനി കാണാം ഒരു ചരിത്ര കാഴ്ച. ചരിത്രത്തിന്റെ ശേഷിപ്പുകളായ ചുമടുതാങ്ങികൾ ഓർമ്മയാവുന്നു.
തളിപ്പറമ്പ് അവശേഷിക്കുന്ന 2 ചുമട് താങ്ങികളും കാട് കയറി നശിക്കുകയാണ്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. 1900 മുതൽ 1940 വരെ കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു ഇന്നത്തെ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാത. അന്ന് ഇതുവഴി കാൽനടയായാണ് ജനങ്ങൾ വാണിജ്യ കേന്ദ്രമായ തളിപ്പറമ്പിലേക്ക് വന്നിരുന്നത്. കിലോമീറ്ററുകൾ കാൽനടയായി വരുന്നവർക്ക് തലയിലെ ചുമട് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടമായിട്ടാണ് ചുമട് താങ്ങികൾ നിർമ്മിക്കപ്പെട്ടത്. അന്നത്തെ സുമനസ്സുള്ള സമ്പന്നരാണ് ജനങ്ങൾക്കായി ചുമട് താങ്ങികൾ നിർമ്മിക്കാറുള്ളത്. അത്തരത്തിലുള്ള 2 ചുമട് താങ്ങികളാണ് തളിപ്പറമ്പ് കരിമ്പത്തുള്ളത്. ഒരെണ്ണം ETCക്ക് സമീപത്തും മറ്റൊരെണ്ണം ബ്ലോക്ക് ഓഫീസിന് സമീപത്തുമായാണ് നിർമ്മിക്കപ്പെട്ടത്. ETCക്ക് സമീപത്താണ് രാമദാസ് 1932 എന്ന് കൊത്തിവെച്ച ചുമട് താങ്ങിയുള്ളത്. വെറും കല്ലും കുമ്മായം കൊണ്ട് നിർമ്മിച്ച ഈ സ്മാരകത്തിന് 88 വർഷമായിട്ടും കാര്യമായ കേടുപാടുകളൊന്നുമില്ല. 1904 ആരംഭിച്ച കരിമ്പത്തെ ജില്ലാ കൃഷി ഫാമിന്റെ മാനേജറായിരുന്ന പട്ടുവം സ്വദേശി ഗോപാലൻ നമ്പ്യാർ 2 വയസ്സായ മൂത്ത മകൻ രാമദാസ് മരണപ്പെട്ടപ്പോൾ മകന്റെ സ്മാരകമായിട്ടാണ് ഈ ചുമട് താങ്ങി നിർമ്മിച്ചത്. 100 കണക്കിന് ആളുകളാണ് അക്കാലത്ത് ഇവിടെ വിശ്രമിച്ചിരുന്നത്. അവർക്കായി സൗജന്യ കുടിവെള്ള വിതരണവും അന്ന് ഏർപ്പെടുത്തിയിരുന്നു. അച്ഛന്റെ ഓർമ്മയ്ക്ക് 1940 എന്ന് ആലേഖനം ചെയ്ത ചുമട് താങ്ങി കരിമ്പം ബ്ലോക്ക് ഓഫീസിന് സമീപത്താണുള്ളത്. 1940 മരിച്ച തന്റെ പിതാവ് അച്യുതൻ നമ്പ്യാരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഗോപാലൻ നമ്പ്യാർ ഈ ചുമട് താങ്ങി പണിതത്. 3 വലിയ പാറക്കല്ലുകൾ പ്രത്യേകമായി വെട്ടിയെടുത്താണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെ പണി പൂർത്തിയായി നാടിന് സമർപ്പിക്കുന്ന ദിവസം 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് സദ്യയും പായസദാനവും ഉണ്ടായിരുന്നുവെന്ന് പ്രായമായവരിൽ ചിലർക്ക് കേട്ടറിവുണ്ട്. ഈ 2 സ്മാരകങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ PC വിജയരാജൻ ആവശ്യപ്പെട്ടു. കരിമ്പം സംസ്ഥാന പാതയ്ക്ക് അരികിലായിട്ട് 2 വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ നിൽക്കുകയാണ്. ഒന്ന് രാംദാസ് എന്ന് പേര് കുത്തിയ ഒരു ചരിത്ര സ്മാരകം, അതിന് തൊട്ട് കുറച്ച് മാറിക്കൊണ്ട് മറ്റൊരു. ഇത് രണ്ടും ഒരാൾ അന്ന് കരിമ്പം ഫാമിലുണ്ടായിരുന്ന ഒരു സൂപ്രണ്ട് ഒന്ന് തൻ്റെ മകൻ്റെ സ്മാരകമായിട്ടും മറ്റൊന്ന് തൻ്റെ പിതാവിൻ്റെ സ്മാരകമായിട്ടും നാടിന് സമർപ്പിച്ചതാണ്. നാടിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ആളുകൾക്ക് അവിടെ അവരുടെ ചുമടിറക്കി വെച്ച് അത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണിത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടത് ഇന്നിപ്പോൾ ആരെങ്കിലും ഒരു ചുമടുമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവർക്ക് ചുമടിറക്കി വെക്കാൻ അത് ആവശ്യമില്ല എന്ന രീതിയിലല്ല കാണേണ്ടത്. ഒരു ചരിത്രത്തിൻ്റെ ശേഷിപ്പാണ്. നമ്മളെ വരും തലമുറ ഇങ്ങനെയൊരു തലമുറ ഉണ്ടായിരുന്നുവെന്നും അവർ ഭാരം താങ്ങിയിട്ട് ഈ നാടായ നാടെല്ലാം നടന്ന് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാനവികതയോടുകൂടി ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതിൻ്റെ സൂചകങ്ങളാണ്. അപ്പോൾ അത്തരം സൂചകങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പ് എന്ന രീതിയിൽ അത് സംരക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെയും നാട്ടുകാരെയും എല്ലാം ബാധ്യതയാണ്. രാമദാസ് എന്ന പേരുള്ള ചുമട് താങ്ങി പൊതുസ്ഥലത്താണെങ്കിൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് എന്ന ചുമട് താങ്ങി സ്വകാര്യ വ്യക്തിയുടെ മതിലിന്റെ ഭാഗത്താണ്. ഈ വർത്തമാനകാലത്ത് ചുമട് താങ്ങിയുടെ ആവശ്യമില്ല. എങ്കിലും പുതുതലമുറയ്ക്ക് ചരിത്ര പഠനത്തിനായെങ്കിലും അവശേഷിക്കുന്നവ സംരക്ഷിക്കപ്പെടണം. കണ്ണൂർ 1 തളിപ്പറമ്പ്.